കോറോ ഹെൽത്തിന് പിന്നാലെ കൊച്ചിയിലെ ടാൾ ഡ്രോപ്പ് കമ്പനിയിലും കൂട്ടപ്പിരിച്ചുവിടൽ. കൊച്ചി തൃക്കാക്കരയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ശമ്പളം നൽകാതെ തൊഴിലാളികളെ ഘട്ടം ഘട്ടമായി പിരിച്ചുവിട്ടത്. പെരുവഴിയിലായത് 300ഓളം ജീവനക്കാരാണ്. അർച്ചനയുണ്ട് വിവരങ്ങളുമായി. അർച്ചന, വീണ്ടും കോറോ ഹെൽത്തിന് സമാനമായ സാഹചര്യം അടുത്ത കമ്പനിയിലും ഉണ്ടായിരിക്കുകയാണ്. നിലവിൽ ജീവനക്കാരുടെ പ്രതികരണം എന്താണ്? കമ്പനി അധികൃതരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടാൾ ഡ്രോപ്പ് കമ്പനിയിലെ ജീവനക്കാരാണ് ഇപ്പോൾ തീർത്തും പെരുവഴിയിലായിരിക്കുന്നത്. കമ്പനി അധികൃതരുടെ വലിയ രീതിയിലുള്ള ഒത്തുകളി, അല്ലെങ്കിൽ അവർ തരത്തിൽ ശമ്പളം നൽകാതെ ജീവനക്കാരെ പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത് എന്നാണ് ഈ തൊഴിലാളികൾ ആരോപിക്കുന്നത്. ഇതോടുകൂടിയാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി ഇവർ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ മാസങ്ങളോളമായി ശമ്പള കുടിശ്ശിക ഇവർക്ക് നൽകാനുണ്ട്. അത് നൽകാതായതോടുകൂടിയാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി ഇവർ രംഗത്തെത്തിയത്. പലതവണ ഇത്തരത്തിൽ സെറ്റിൽമെന്റ് തീർക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിലും പക്ഷേ അതൊന്നും നടന്നില്ല. ഇതോടുകൂടിയാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി ഇവിടുത്തെ ജീവനക്കാർ എത്തിയത്. ഈ കൊച്ചിയിൽ മാത്രമായി 300ഓളം ജീവനക്കാരാണ് പ്രവർത്തിക്കുന്നത്. ഇവരെ ഘട്ടം ഘട്ടമായിട്ടാണ് ഇത്തരത്തിൽ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. ഈ കമ്പനി അധികൃതർ നൽകുന്ന വിശദീകരണം, തങ്ങൾക്ക് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായ, ഒപ്പം ഈ AI സംവിധാനം വന്നതോടുകൂടി ജീവനക്കാരുടെ ആവശ്യം അതില്ലാതായി തുടങ്ങിയ കാര്യങ്ങളാണ് കമ്പനി വിശദീകരിക്കുന്നത്. മാത്രമല്ല ഒക്ടോബറിൽ ഈ സെറ്റിൽമെന്റ് നടത്താമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഇവർ വിശ്വാസത്തിലെടുക്കുന്നില്ല. കാരണം നേരത്തെയും ഇത്തരത്തിൽ പല തവണയായി ഡേറ്റുകൾ നൽകിയതാണ്. പക്ഷേ അന്നൊന്നും ഇത്തരത്തിൽ കമ്പനി അധികൃതർ ഈ ശമ്പളം കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഇവർ ലേബർ കോഡിലും ഒപ്പം പോലീസിലുമൊക്കെ പരാതി നൽകിയിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഇടപെടലൊന്നും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തില്ല. ഇതോടുകൂടിയാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി ഇവർ രംഗത്തെത്താൻ തീരുമാനിച്ചത്. നമുക്കറിയാം കോറോ ഹെൽത്തിൽ കൂട്ടമായി പിരിച്ചുവിടൽ ഉണ്ടായതാണ്. അവിടെയും സമാനമായ രീതിയിലുള്ള പ്രതിസന്ധികളാണ് കണ്ടത്. അതേ രീതിയിലാണ് ഇവിടെയുള്ള ജീവനക്കാരും പ്രതിസന്ധികൾ നേരിടുന്നത്. മാസങ്ങളോളമായി ഇവർക്ക് ശമ്പളം നൽകിയിട്ടില്ല. ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ് ഇവിടുത്തെ ജീവനക്കാർ. ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന, നേരത്തെ ജോലി ചെയ്തിരുന്ന ആളുകളാണ്. നിങ്ങൾക്ക് എത്ര മാസത്തെ ശമ്പളമാണ് നൽകാനുള്ളത്? എനിക്കൊരു 10 മാസം അടുപ്പിച്ചുള്ള സാലറി കിട്ടാനുണ്ട്. കാരണം സാലറി മാത്രം വരുവാണെങ്കിൽ എനിക്കൊരു 2 ലക്ഷം അടുപ്പിച്ച് സാലറി മാത്രം കിട്ടാനുണ്ട്. പിന്നെ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന് റിട്ടേൺ ഒന്നും കിട്ടിയിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ അത് കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ഒരു പ്രതീക്ഷയില്ല ഇത് കിട്ടുമെന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ ഇതിൽ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി ആർക്കും ഈ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കണം. കാരണം എന്നെ പോലെ തന്നെ, അല്ലെങ്കിൽ എൻ്റെ ചുറ്റും നിൽക്കുന്ന ഞാൻ മാത്രമാണ്, എൻ്റെ ബ്രദറും ഇതേ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. പെട്ടെന്നുള്ള ടെർമിനേഷൻ ആയിരുന്നു. ആൾക്കും സാലറി ഇത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഭയങ്കര ഹോസ്പിറ്റൽ എമർജൻസി വന്നിട്ട് പോലും നമുക്ക് ഇവരുടെ ഭാഗത്തുനിന്ന് പല പല ന്യായീകരണങ്ങളല്ലാതെ നമുക്ക് വേണ്ട ഒരു ഉത്തരം ഇവർ തരുന്നില്ല. എന്നിട്ടിപ്പോൾ ലാസ്റ്റ് പറയുന്ന ഒക്ടോബറിൽ ക്ലിയർ ആക്കാമെന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒക്ടോബർ എനിക്കറിയില്ല എത്രാമത്തെ ഒക്ടോബറാണ്. അല്ലെങ്കിൽ ആദ്യം പറഞ്ഞു ജൂണിൽ, പിന്നെ ജൂലൈ പറഞ്ഞു, പിന്നെ ലാസ്റ്റാണ് ഒക്ടോബർ വരെ. കാരണം ഇവർക്ക് തന്നെ അറിയാം ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് കുറേ പേര് ഇതിൽ നിന്ന് പോകും. കാരണം അടുത്ത് പോകും എന്നുള്ളത് അറിയാം. ബിക്കോസ് ഞാൻ ആളിൻ്റെ പേര് പറയുന്നില്ല, സൂയിസൈഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഒരാളെന്ന് പറഞ്ഞ ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ വർക്ക് ചെയ്തിട്ട് സർവീസ് കമ്പനിയിൽ ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ അടുത്തൊക്കെ എന്ത് മറുപടി പറയണം എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ബിക്കോസ് എനിക്ക് എന്തെങ്കിലും മറുപടി പറയണമെങ്കിൽ എൻ്റെ മകളിൽ നിൽക്കുന്നവർ എന്തെങ്കിലും പറഞ്ഞു തരണം. സോ ഭയങ്കര അത്രയും മോശം സിറ്റുവേഷനിൽ നിന്നിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. കമ്പനി പിരിച്ചുവിട്ടത് ഇത്തരത്തിൽ നോട്ടീസ് നൽകി അങ്ങനെയൊക്കെയാണോ? ഞാൻ ആക്ച്വലി നവംബറിൽ സാലറി പെൻഡിങ് ആയി, ഹോസ്പിറ്റൽ എമർജൻസി വന്നിട്ടും എനിക്ക് ഇങ്ങനെ സാലറി കിട്ടാതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു റിസൈൻ ഇടുന്ന സമയത്ത്, ഏതൊരു കമ്പനിയിലും റിസൈൻ ഇടുന്ന സമയത്ത് ഇത്രയും ഒരു പർട്ടിക്കുലർ പീരീഡിൽ നമുക്ക് സാലറി തരണം എന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയെങ്കിലും കിട്ടട്ടെ. പക്ഷേ ഞാൻ റിസൈൻ ഇട്ടത് എനിക്ക് തോന്നുന്നു നവംബറിലാണ്. ഇപ്പോൾ ജൂലൈ, ഓഗസ്റ്റ് ആ ടൈം അടുപ്പിച്ചായി. പക്ഷേ ഇതുവരെയ്ക്കും അത് ഉണ്ടായിട്ടില്ല. സോ എൻ്റെ ബ്രദർ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഒരു കൂട്ട പിരിച്ചുവിടലുള്ള ഒരു ആളാണ് എൻ്റെ അനിയനും. എപ്പോഴാണ് നിങ്ങളൊക്കെ പിരിച്ചുവിട്ടത്? ഞങ്ങൾ ഏകദേശം ഏപ്രിൽ ആ ടൈമായപ്പോഴാണ് മെയിൽ വന്നത്. എന്നിട്ട് ഞങ്ങൾക്ക് 60 ദിവസത്തെ നോട്ടീസ് പീരീഡ് തരികയാണ് ചെയ്തത്. പക്ഷേ എന്താ വെച്ചാൽ ആ സമയത്തൊന്നും ഇവർ സാലറി തരുമെന്ന് പറയല്ലാതെ ലൈക്ക് ഒന്നും ഒരു തരത്തിലുള്ള എമൗണ്ടും ക്ലിയർ ആക്കിയിട്ടില്ല. അപ്പോൾ ഡേറ്റ് പറഞ്ഞിരുന്നോ? ഡേറ്റ് പറഞ്ഞിരുന്നു. പക്ഷേ ആ മെയ് 31 ക്ലിയർ ആക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നെ മെയ് കഴിഞ്ഞപ്പോൾ പുതിയ മെയിലായിട്ട് ഒക്ടോബർ ആക്കി അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അത്. അതങ്ങനെ നീട്ടിക്കൊണ്ടുപോവാണ്. നിങ്ങൾ ലേബർ വകുപ്പിലൊക്കെ പരാതി നൽകിയല്ലോ, പക്ഷെ ഒന്നും നടപടി ഉണ്ടായിട്ടില്ല. ഇല്ല, ഞങ്ങൾ ഇപ്പോൾ ലേബർ ഓഫീസിലും കുറേ പേര് ലേബർ കോർട്ടിൽ പോയി. പിന്നെ ഇവർ എല്ലായിടത്തും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ ഒന്നും വന്നിട്ടില്ല. ഈ പിരിച്ചുവിടാനുള്ള കാരണം എന്താണ് കമ്പനി പറയുന്നത്? പിരിച്ചുവിടാൻ കമ്പനിക്ക് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു സ്ട്രാറ്റജി മേക്ക് ചെയ്തു. ഇപ്പോൾ ഇവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, ഇപ്പോൾ ഒരു കമ്പനിക്ക് ഇപ്പോൾ ഓൾറെഡി നേരത്തെ ഒരു എക്കോസിസ്റ്റം എന്ന് പറഞ്ഞൊരു സ്ട്രാറ്റജി ആയിരുന്നു. അതിൽ നിന്നായിരുന്നു ഇൻവെസ്റ്റേഴ്സിനെ പറ്റിച്ച് അവരുടെ അടുത്ത് നിന്ന് കാശ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ അവർ വേറൊരു രീതിയിലേക്ക് മാറുകയാണ്. അവരെ വീണ്ടും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ
എന്തോ ആ, ഇപ്പോൾ AI വന്നുകൊണ്ടാണ് മൊത്തത്തില് വന്നതുകൊണ്ടാണ് മാറ്റം ഇപ്പോൾ വന്നത്. മാറ്റം വന്നതെന്നാണ് പറയണത്. പക്ഷേ AI ആയിട്ട് ഞങ്ങൾ IT വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾ അറിഞ്ഞിടത്തോളം അങ്ങനെ AI കാരണം വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായാലും വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇവിടുത്തെ ജീവനക്കാർ. കാരണം മാസങ്ങളോളമുള്ള തുക ഇവർക്ക് ലഭിക്കാനുണ്ട്, 2 ലക്ഷത്തിലധികം രൂപ വരെ ലഭിക്കാനുണ്ട് എന്നാണ് ഇപ്പോൾ ജീവനക്കാർ നമ്മോട് വ്യക്തമാക്കിയത്. എന്തായാലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. കൊച്ചിയിൽ മാത്രമല്ല, ഇവർക്ക് എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ ആളുകളെ എടുക്കുകയും പിന്നീട് പിരിച്ചുവിടുകയും അവർക്ക് ശമ്പളം നൽകാതെ മാസങ്ങളോളം അവരെ ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്യുകയാണ്. എന്നാൽ ലേബർ വകുപ്പിൽ ഇതിൽ ഇടപെടാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവർ പറയുകയും ചെയ്യുന്നത്. അതോടുകൂടിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി രംഗത്തെത്താൻ തീരുമാനിച്ചത്. എന്തായാലും കമ്പനി CEO പറയുന്നത് ഒക്ടോബറോടെ ഇത് തീർപ്പാക്കാം, അല്ലെങ്കിൽ ഇവരുടെ ശമ്പളം മുടങ്ങിക്കിടക്കുന്ന ശമ്പളം എല്ലാം നൽകാം എന്നൊരു നോട്ടീസാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്, മെയിലാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും അത് വരെ കാത്തു നിൽക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് കൂടി അവർ എത്തുന്നുണ്ട്. എന്തായാലും പ്രതിഷേധവുമായി അവർ മുന്നോട്ട് തന്നെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി അർച്ചന. കോറോ ഹെൽത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതാ ടാൽ ഡ്രോപ്പിലും കൂട്ടപ്പിരിച്ചുവിടലിനെ തുടർന്ന് അവിടെയുള്ള തൊഴിലാളികൾ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും കമ്പനി അധികൃതർ പറയുന്നത് ശമ്പളം ഈ ഒക്ടോബർ മാസത്തോടുകൂടി നൽകാമെന്നാണ്. അതുവരെ കാത്തു നിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഈ 300ഓളം ജീവനക്കാർ. എന്തായാലും അവരുടെ ജീവിതം ആകെ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യമാണ്. അർച്ചനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.